സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സൗദിയിലെ കോടതി പരിഗണിക്കുകയാണ്. അതിനു മുമ്പ് റഹീമിൻ്റെ ഉമ്മ റഹീമിനെ സൗദിയിൽ പോയി കണ്ടു. നോക്കൂ, നമ്മുടെ പാത്തുമ്മയൊക്കെ നോക്കൂ, മുഖമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. മകനെ കഴിഞ്ഞ 18 വർഷത്തിന് ശേഷം മകനെ അവിടുത്തെ ജയിലിൽ പോയി കണ്ടു. അതിൽ ആ തെളിച്ച ഉമ്മയുടെ മുഖത്തുണ്ട്. കാരണം മകനെ കണ്ടു അല്ലേ? അൽഹംദുലില്ല, മകനെ കണ്ടു സന്തോഷിച്ച്. ഇങ്ങോട്ട് വന്ന് കാണാനും അതേമാതിരി സന്തോഷം തരട്ടെ. മകൻ എന്ത് പറഞ്ഞു? മകൻ എന്തൊക്കെയോ കുറേ പറഞ്ഞ് കരച്ചുള്ളിയൊക്കെ കൂടി ഓനും കരഞ്ഞ് ഞാനും കരഞ്ഞ് പറഞ്ഞാൽ നോക്കി പറയാൻ ചെയ്യാം. കണ്ട് പോകുന്നു. ഇനി വന്ന് കാണാനും കരയാനൊക്കെ ഇനി എത്ര പെട്ടെന്ന് എത്തിച്ചേട്ടെ. അതിന് വരക്കാം. മകനെ കണ്ടതിനൊപ്പം ഉംറയും നിർവഹിച്ചു അല്ലേ? ആ, ഒരു ഉമ്രനെ വിളിച്ച് ഒക്കെ ഉള്ള കബൂൽ ചെയ്യട്ടെ. വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അൽഹംദുലില്ല, അൽഹംദുലില്ല. അതും ഭാഗ്യം, നിങ്ങൾ ചെയ്തതൊക്കെ അതും ഭാഗ്യം. ഉള്ളതൊക്കെ നല്ലതായിട്ട് നിറവേറ്റി തരട്ടെ. ഇന്നിപ്പോൾ കോടതി ആ കേസ് പരിഗണിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകട്ടെ, ഉണ്ടാകാന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇതിനും പെട്ടെന്ന് വന്ന് കയറി കാണട്ടെ. ഒരു ഉമ്മയുടെ വാക്കുകൾ തന്നെ കാണാം, വളരെ വലിയ സന്തോഷം ഉമ്മയ്ക്കുണ്ട്. നല്ല മാറ്റമാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ. അപ്പോൾ ഉമ്മ ഈ ഡേറ്റ് ഇങ്ങനെ ഡിസോർഡറായി ഇങ്ങനെ പോകുമ്പോൾ ഉമ്മാൻ്റെ ഒരു ആദി ഇങ്ങനെ നീണ്ടു പോവോ എനിക്ക് കണ്ണടയും മുമ്പ് അവനെ കാണാൻ പറ്റുമോ എന്നുള്ള ആ ഒരു എന്താ പറയുക, നമ്മോടിങ്ങനെ കുടുംബങ്ങളോട് ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മൾ ഉമ്മാനെ രണ്ടും കൽപ്പിച്ച് കൊണ്ടുപോയിക്കാണ്ട് റഹീമിനെ കാണിച്ചു കൊടുത്തു. പക്ഷേ ആദ്യം കാണാൻ റഹീം കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് അവൻ്റെ ജയിലിൽ ഉള്ള ഒരു ഡ്രസ്സും അവൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വേഷത്തിൽ കാണാൻ അവനക്ക് ഉമ്മാനെ വെച്ചാൽ കുറച്ച് ദിവസം കൂടി ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും എന്നുള്ള അതിൽ ആ ഡ്രസ്സിൽ ഉമ്മാനെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു എനിക്കൊരു മനസ്സിനൊരു ഇത് വന്നതാണ്. 18 വർഷം നല്ല നിലക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അവനെ നേരിട്ട് കാണുമ്പോൾ നല്ല നിലക്ക് കാണുന്നത്. പക്ഷെ അവന് മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ പോയ റൂട്ട് വേറെ അമീർ വഴിയായിരുന്നു, ഗവർണർ വഴിയായിരുന്നു. അപ്പം ഗവർണർ നമ്മളെ അവിടെ അതിൻ്റേതായ പൊസിഷനിലായിരുന്നു നമ്മളെ ഇരുത്തിയതും അവനെ കൊണ്ടുവരാൻ ശ്രമിച്ചതും. പക്ഷെ അവൻ വിചാരിച്ചത് എന്താണ്, ആ ഡ്രസ്സിലായിരിക്കുന്നവർക്ക് ഒരു ഇതുണ്ടായി. നമ്മൾ ഇല്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിരിഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നെ അവനക്ക് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ അവന് ഓക്കെ പറഞ്ഞു. നമ്മൾ നല്ല നിലക്ക് കണ്ടു, സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു. അരമണിക്കൂറിലധികം ഉമ്മ പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കഴിച്ചു. നല്ല നിലക്കാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞ് പോകുന്നത്. ഈ ബ്ലഡ് മണി ആയിട്ടുള്ള 35 കോടി രൂപ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. ആ കേസ് നേരത്തെ പരിഗണിക്കുന്ന സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ ബെഞ്ച് മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇന്ന് കേസ് പരിഗണിക്കുന്നു. എന്താണ് അതിൻ്റെ സ്ഥിതി? പക്ഷെ അത് റദ്ദ് ചെയ്ത ബെഞ്ചാണ് ശരിക്കും എനിക്ക് റിസോർട്ട് ചെയ്യേണ്ടത് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 21 ആ ബെഞ്ച് മുകളിലേക്ക് ഈ ഫയൽ അയച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതൊക്കെ പരിശോധിച്ച ശേഷം അവർ പറഞ്ഞു, ഇത് നമ്മളെല്ലാം ഈ കേസ് റിലീസ് ഓർഡർ പ്രഖ്യാപിക്കുന്നത് റദ്ദ് ചെയ്ത കോടതി തന്നെയാണ് പറഞ്ഞിട്ട് വീണ്ടും ആ കോടതിയിലേക്ക് തന്നെ ആ ബെഞ്ചിലേക്ക് അയച്ചു. ആ ബെഞ്ചാണ് ഇന്ന് പരിഗണിക്കുന്നത്. ആ ബെഞ്ചിൽ ഇന്ന് റിലീസ് ഓർഡർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇന്ന് ഏകദേശം ഉച്ചയോട് കൂടി എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവായ വിവരം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 2 മണിയോട് കൂടി വരും. അതെ, ഇന്ന് 11 മണിക്ക് കേസ് എടുക്കും. ഇന്ത്യൻ ടൈം 11 മണിക്ക് കേസ് എടുക്കും. പക്ഷേ അവിടുന്ന് റിപ്പോർട്ടും അപ്ഡേറ്റൊക്കെ വരണമെങ്കിൽ 1 മണിക്ക് ശേഷം 2 മണിയോട് കൂടി ഉണ്ടാവില്ല. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്ന പ്രതീക്ഷയിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു. അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാറുള്ളത്? ഒന്നും പറയാനില്ല. കാരണം എല്ലാ ഇതുണ്ടാവും, പോസിറ്റീവായി നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ആരോപണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരോപണങ്ങൾ യൂട്യൂബറും എന്താ പറയുക ലോക്കൽ ടീമൊക്കെ ഈ സമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ പോയിട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആ വിഷമത്തിൻ്റെ മാപ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരു ടീം ഈ റഹീമിന് വേണ്ടിയിട്ട് 34 കോടി സ്വരൂപിക്കാൻ വേണ്ടി വലിയൊരു എല്ലാ വിഭാഗം മതരാഷ്ട്രീയ കക്ഷിഭേദമന്യേ വലിയൊരു സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ കുടുംബത്തിനും റഹീമിന് വേണ്ടിയാണല്ലോ ഇവർ നമ്മൾ ഈ കമ്മിറ്റി സ്വരൂപിച്ച് ഉണ്ടാക്കിയത്. ഏതായാലും ഈ ഉമ്മയുടെ ഈ സന്തോഷമാണ്. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ഉമ്മ. ആ ഒരു സന്തോഷമാണ്. തെളിച്ചിൽ കാണട്ടെ, കുട്ടികൾ വന്ന് കയറി കാണട്ടെ. അപ്പോൾ ഇതിലും തെളിച്ചിലുണ്ടാവും. ഇന്ന് രാവിലെയാണ് അവിടെ തിരിച്ചെത്തിയത്? ആ, ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. എത്തിയോടെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ വിരലെടുത്ത് കൊണ്ടിരിക്കുന്നു. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര പ്ലെയിനിലായതുകൊണ്ട് ഇങ്ങനെ ഒന്നും അറിയില്ല, കിടന്നിട്ടുണ്ടില്ല, ഇരുന്നിട്ട് ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് ആക്കിക്കൊണ്ട് കൂടെ എത്തി. കിടക്കട്ടെ എന്നപ്പോൾ നിങ്ങൾ വന്നാൽ അങ്ങോട്ട് വരാതെക്കാൻ പറ്റില്ല. ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റ് യാത്ര? ആ, പേടിയുണ്ടായിരുന്നോ? പേടിയൊന്നും ഇല്ല, എൻ്റെ കുട്ടിനെ കാണാൻ പോകില്ല, ഞാൻ കണ്ടുവരല്ലേ. അത് ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ഉമ്രി ചെയ്ത് ആ പോക്കിൽ അതൊക്കെ പാടായിട്ട് ഇങ്ങനെ ഇടപെടുത്തി. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാ കാര്യത്തിലും.
ദൈവത്തിന് അനുഗ്രഹവും നിങ്ങളെ പോലത്തോലതും അതിനെക്കൊണ്ട് എൻ്റെ കുട്ടീൻ്റെ തല പോയില്ല അവിടെ ഉണ്ട് ആയുസ് തീർച്ചിട്ട് കൊടുക്കട്ടെ. പറയുന്നത് ചാനലുകാർ അവരാണ്, ചാനലുകാർ യൂട്യൂബർമാർ, സോഷ്യൽ മീഡിയ. അപ്പോൾ റഹീം അവിടുത്തെ റഹീമും പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മളൊന്നും ഇല്ലാത്തതിൽ നിന്നും ചോദിച്ചു, ഒരു 34 കോടി തരുമോ എന്ന് ജനങ്ങളോട് ചോദിച്ചു. അത് ജനങ്ങളുടെ എത്തിച്ചത് എല്ലാ ചാനലുകാരും. ഇത് മലയാളിയുടെ ഒരു മനസ്സുണ്ട്, സഹായിക്കാനുള്ളൊരു സന്നദ്ധ മലയാളിക്കുണ്ട്. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ചാനലുകളൊക്കെ ചെയ്യുന്നത്. അതെ, നമുക്കറിയാമല്ലോ, ഒരു 40 ദിവസം ഗ്യാപ്പായിരുന്നു നമുക്ക് ഈ കളക്ഷൻ തുടങ്ങുന്ന സമയത്ത്. 30 ദിവസം കഴിഞ്ഞ് 32 ദിവസമായപ്പോൾ നമുക്ക് 3-4 കോടിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാഴ്ച കൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ജനങ്ങളെ ഏറ്റെടുത്തുകാണ്ട് ചെയ്യുന്നത്. ഏതായാലും എന്താ പറയുക, ഈ സമൂഹം നമ്മളെ ഏറ്റെടുത്തു. ചാനലുകാർ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ വഴി എല്ലാം പുറത്തേക്ക് അറിയിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും വലിയ സംഖ്യ വന്നത്. എല്ലാവർക്കും അന്ന് പറഞ്ഞ ഇന്നും മരണം വരെ നമ്മുടെ കുടുംബം ഈ എല്ലാവരും ഒപ്പം ഉണ്ടാവും, കടപ്പാടിൽ നന്ദിയിലുണ്ടാവും എന്ന് അറിയിക്കണം. ഏതായാലും മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന അബ്ദുറഹീമിൻ്റെ മോചനം വൈകാതെ തന്നെ ഉണ്ടാവും. ഇന്ന് കേസ് കോടതി പരിഗണിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോടതി പരിഗണിച്ചപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ബെഞ്ച് മാറിപ്പോവുകയും അന്ന് ആ കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു പറഞ്ഞത്. ഏതായാലും അതിനുശേഷം ഉമ്മ അവിടെ ജയിലിലെത്തി മകനെ കണ്ടു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഉമ്മ ഇവിടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഉമ്മയുടെ മുഖം നമുക്ക് കണ്ടാൽ അറിയാം, വളരെ സന്തോഷമുണ്ട്. ഈ സന്തോഷം തന്നെയാണ് മലയാളി കാത്തിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.